അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഇസ്രയേൽ, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി എന്നിവരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പുതിയ അപ്ഡേഷനുകൾ എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇസ്രയേൽ എത്രത്തോളം പരാജയ ഭീതിയിലാണ് എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അത്രക്കും പരാജയ ഭീതി അവരെ തുറിച്ചു നോക്കുന്നു. ഇതിനൊരു പ്രധാന കാരണമുണ്ട്. ഹമാസിന്റെ സൈനിക ശേഷിയും അവരുടെ പോരാട്ട വീര്യവും. അതിനെക്കുറിച്ചൊക്കെ ഇസ്രയേൽ സൈന്യത്തിന്റെ സർവ്വ സൈന്യാധിപൻ 1-2 ആഴ്ചകൾക്ക് മുൻപാണ് നെതന്യാഹുവിനോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല, അവരെ കീഴടക്കാൻ സാധിക്കില്ല, അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഹമാസ് എന്നത് ഒരു ആവേശമാണ്, അതോടൊപ്പം ഒരു ആദർശമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ അവർ അഭിമാനമായി കാണുന്നു. അവരെ നയിക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുൻപ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം രാജ്യം ഒരു യുദ്ധത്തെ നേരിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയുണ്ടായി. രാജ്യം ഒരു യുദ്ധത്തെ നേരിടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് രാജ്യവുമാകട്ടെ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആക്രമണത്തിന് വിധേയമാകുന്ന രാജ്യത്തെ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവന്റെ രാജ്യത്തിനു വേണ്ടി മരണം വരെ പോരാടുക. അവന് അള്ളാഹു സ്വർഗം കൊണ്ട് കാവൽ നിൽക്കും. അവന് അള്ളാഹു സ്വർഗത്തിന്റെ പരമോന്നത സ്ഥാനം നൽകും. ആ രാജ്യത്തെ ആക്രമിക്കുന്നത് സാക്ഷാൽ മുഹമ്മദ് എന്ന ഈ എന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ ചെല്ലുകയാണെങ്കിൽ ആ രാജ്യത്തെ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ? എനിക്ക് നേരെ തന്നെ പടവാളോങ്ങുക. ഓരോ മുസ്ലിമും അവന്റെ സ്വന്തം പിറന്നു വീണ മണ്ണിനു വേണ്ടി, അവൻ ജനിച്ച മണ്ണിനു വേണ്ടി, അവന്റെ സ്വദേശമായ രാജ്യത്തിനു വേണ്ടി പോരാടി മരിക്കുക. അത് എനിക്കെതിരെ പോരാടിയാലും ശരിയാണ്, നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം കൊണ്ട് കാവൽ നിൽക്കും. സ്വർഗത്തിന്റെ പരമോന്നത സ്ഥാനമാണ് രാജ്യത്തിനു വേണ്ടി പോരാടി മരിച്ചു വീഴുന്ന ഓരോ മുസ്ലിമിനും അള്ളാഹു കാത്തിവെച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനത്തെക്കുറിച്ചും അദ്ദേഹം ചില ഹദീസുകളിലൂടെ പറയുന്നുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ള സ്ഥാനം എന്നത് ഈ ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന ഒരു രാജാവിന്റെ സ്ഥാനമാണ്. ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന ഒരു രാജാവ്, ആ രാജാവിന്റെ സ്ഥാനവും സുഖ സൗകര്യങ്ങളുമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി വാളെടുക്കുക, പോരാടുക. അത് നിങ്ങളുടെ ശത്രു സൈന്യത്തിന്റെ തലവൻ ഞാനാണെങ്കിൽ ശരി, എനിക്കെതിരെ നിങ്ങൾ പോരാടുക എന്നാണ് മുഹമ്മദ് നബി അന്ന് പറഞ്ഞത്. ആ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി എന്നീ സൈനിക പോരാളി വിഭാഗങ്ങൾ ഇസ്രയേലിനെതിരെ പോരാടുന്നത്. ഇസ്രയേൽ ഒരു വിദേശീയ അക്രമി തന്നെയാണ്. ഹിറ്റ്ലർ ആട്ടിപ്പായിച്ചപ്പോൾ അവർക്ക് അഭയം കൊടുത്ത രാജ്യത്തെയാണ്, ആ രാജ്യത്തെ ജനങ്ങളെയാണ് അവർ ഇന്ന് ഈ കൊന്നൊടുക്കുന്നത്. അതും അവർക്കെതിരെ പോരാടുന്നവരെ കൊന്നൊടുക്കട്ടെ. അതല്ല ചെയ്യുന്നത്. നിരപരാധികളായ കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, ഗർഭിണികളെ, പ്രായമെത്തിയ വല്യമ്മമാരെ ഒക്കെയാണ് കൊന്നൊടുക്കുന്നത്. ഇതിന്റെ പിന്നിൽ അവർക്കൊരു ടാർഗേഷനുണ്ട്, അവർക്കൊരു ലക്ഷ്യമുണ്ട്. സ്ത്രീ ഇവിടെ അവശേഷിക്കരുത്. സ്ത്രീ അവശേഷിച്ചാൽ പ്രസവിച്ചു കൂട്ടും വീണ്ടും ഈ മുസ്ലിം ജനസംഖ്യ ഗസയിലും ഫലസ്തീനിലും ഇസ്രയേലിലും ഒക്കെ ആയിട്ട് വ്യാപിക്കും. അതുണ്ടാകാൻ പാടില്ല എന്നുള്ള ടാർഗേഷൻ നടപ്പിലാക്കുകയാണ്. എന്നാൽ നെതന്യാഹുവിന് തെറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇപ്പോൾ നെതന്യാഹുവും കൂട്ടരും യഹിയ സിൻവാറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹിയ സിൻവാറിന്റെ മുന്നിൽ ഒരു ഓഫർ വെച്ചിരിക്കുന്നു. താങ്കൾക്കും കുടുംബത്തിനും സുരക്ഷിത പാതയൊരുക്കാം. താങ്കൾക്കും കുടുംബത്തിനും ഗസയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു സുരക്ഷിത പാതയൊരുക്കാം. അതിലൂടെ രക്ഷപ്പെട്ടോളൂ എന്നാണ് ഇസ്രയേൽ ഭരണ നേതൃത്വം യഹിയ സിൻവാറിന്റെ മുന്നിൽ വെക്കുന്ന ഒരു ഓഫർ. ആ ഓഫറിന്
ഉടനടി യഹിയ സിൻവാർ മറുപടി കൊടുത്തു. എന്താണ് മറുപടി എന്ന് കേൾക്കണ്ടേ? ഞങ്ങൾ പഴയകാല ഫലസ്തീൻ എന്ന രാജ്യത്തിന്റെ നിർമ്മാണത്തിലാണ്. പഴയകാല ഫലസ്തീൻ എന്ന് പറഞ്ഞത് പഴയകാലത്ത് 1947 മുൻപ് ഇസ്രയേൽ എന്നൊരു രാജ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത് മുഴുവൻ ഫലസ്തീൻ ആയിരുന്നു. ആ ഫലസ്തീനെ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ തിരക്കിലാണ്. ഞങ്ങൾ അൽ അക്സ കേന്ദ്രമാക്കി, അൽ അക്സ തലസ്ഥാനമായി നിശ്ചയിച്ചുകൊണ്ട് പുതിയ ഫലസ്തീന്റെ നിർമ്മാണത്തിലാണ്. നിങ്ങൾക്ക് യുദ്ധത്തിൽ പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സുരക്ഷിത പാതയൊരുക്കാം, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. ലോകത്താകമാനം 437 യഹൂദന്മാരല്ലേ ഉള്ളൂ, അതിൽ പകുതിയിൽ കൂടുതൽ ഇവിടെ ചത്തൊടുങ്ങിയില്ലേ? നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ, രക്ഷപ്പെടുന്നവരെ ഞങ്ങൾ പുറകെ വന്ന് ആക്രമിക്കില്ല. നിങ്ങൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ സുരക്ഷിത പാതയൊരുക്കി തരാം എന്നാണ് യഹിയ സിൻവാറിന്റെ മറുപടി. ഉരുളയ്ക്ക് ഉപ്പേരി എന്നതുപോലെ മറുപടി കൊടുത്തു സിൻവാർ. അപ്പോൾ ഈ ഓഫർ ഇസ്രയേൽ ഇങ്ങോട്ട് വെക്കുമ്പോൾ അതിന്റെ അർത്ഥം അവർ എത്ര കണ്ട് ദുർബലമായി കഴിഞ്ഞു, എത്ര കണ്ട് ഭീതി അവരെ വേട്ടയാടുന്നു, എത്ര കണ്ട് പരാജയത്തിന്റെ മുനമ്പിലാണ് അവർ നിൽക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇങ്ങനെ ഒരു ഓഫർ പറയുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം അത് തന്നെയാണ്. സിൻവാർ മറ്റൊന്നുകൂടി പറഞ്ഞു വെക്കുന്നു. നിങ്ങളുടെ ആശാന്മാർ എന്ന് പറഞ്ഞാൽ അമേരിക്കയെയും ബ്രിട്ടനെയും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് വിയറ്റ്നാമിൽ നിന്നും ഓടിയില്ലേ, അതുപോലെ ഞങ്ങൾ ഓടില്ല. ജപ്പാനിൽ നിന്നും നിങ്ങൾ ഓടിയില്ലേ, അതുപോലെയും ഞങ്ങൾ ഓടില്ല. വിയറ്റ്നാം, ജപ്പാൻ, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഓടിയ ഓട്ടം അതീവ ദയനീയമായിരുന്നു. വിമാനത്തിൽ കയറാവുന്നതിൽ കൂടുതൽ ആളുകൾ കയറിയപ്പോൾ വിമാനം റൺവേയിലൂടെ നീങ്ങുന്നു. ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ ചക്രങ്ങളിൽ പിടിച്ചു കയറിയിട്ടാണ് സർവ്വതും ഇട്ടെറിഞ്ഞുകൊണ്ട് ഓടിയത്. അതുപോലെ ഞങ്ങൾ ഓടില്ല. ഞങ്ങൾ പിറന്ന മണ്ണിന് വേണ്ടി മരിച്ചു വീഴും, എന്നാലും ഓടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ സുരക്ഷിത പാതയൊരുക്കി തരാം എന്നാണ് സിൻവാറിന്റെ മറുപടി. മറ്റൊന്നുകൂടെ സിൻവാർ പറഞ്ഞു വെക്കുന്നു. നിങ്ങളുടെ കൂട്ടുകക്ഷികളിലെ ബ്രിട്ടൻ പണ്ട് ഇന്ത്യയിൽ നിന്നും ഓടിയില്ലേ, അതുകൂടെ സിൻവാർ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രയേലിനെയും അമേരിക്കയും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് സിൻവാർ നടത്തിയത്. അപ്പോൾ ഈ സിൻവാറിന്റെ മറുപടി അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ആ വീഡിയോ ക്ലിപ്പിൽ എന്താണ് സിൻവാർ പറയുന്നത്? സിൻവാറും അനുയായികളും ചേർന്ന് പുതിയ രാഷ്ട്ര നിർമ്മാണത്തിന്റെ തിരക്കിലാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഹമാസിനോട് പോരാടി പരിക്കേറ്റ് 2 കാലുകളും നഷ്ടപ്പെട്ട ഒരു സൈനികന്റെ വീട് സന്ദർശിക്കുകയാണ്. 2 കാലുകളും നഷ്ടപ്പെട്ട് വീൽ ചെയറിൽ ഇരുന്ന് നിരങ്ങുന്ന ഒരു സൈനികൻ. ആ സൈനികനെ ഇന്റർവ്യൂ ചെയ്യാൻ വിദേശ മാധ്യമ പ്രതിനിധികൾ എത്തിയപ്പോൾ ആ മാധ്യമക്കാരോട് ഈ സൈനികനും സൈനികന്റെ അമ്മയും പറഞ്ഞ വാക്കുകൾ ഏവരെയും വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. എന്താണ് പറഞ്ഞതെന്നറിയാമോ? ആ പറഞ്ഞതിന്റെ വീഡിയോ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. പക്ഷേ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല. പ്രദർശിപ്പിച്ചാൽ യൂട്യൂബിന്റെ നടപടികൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അത് പ്രദർശിപ്പിക്കുന്നില്ല. ആ സൈനികൻ പറയുകയാണ്, ഈ സൈനികനെ സമീപിച്ചവർ സൈനികന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ സൈനികൻ വളരെ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. സൈനികനും സൈനികന്റെ അമ്മയും വളരെയധികം സന്തോഷത്തിലാണ്. അപ്പോൾ ഈ വിദേശ മാധ്യമ പ്രവർത്തകർ ഞെട്ടിപ്പോയി. ഹമാസിനോട് യുദ്ധം ചെയ്ത് 2 കാലുകളും നഷ്ടപ്പെട്ട് വീട്ടിൽ ഇരുന്ന് നിരങ്ങുന്ന ആ സൈനികന് ഇത്രയും സന്തോഷം വരാനുള്ള കാരണം എന്താണെന്ന് വിദേശ മാധ്യമ പ്രവർത്തകർ തിരക്കിയപ്പോൾ ആ സൈനികനും സൈനികന്റെ അമ്മയും പറഞ്ഞ വാക്കുകളാണ് ഏവരെയും ചിന്തിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത്. എൻ്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. കാരണം എന്നെ ഇനി ഇസ്രയേലി ഭരണകൂടം ഗസയിലേക്ക് പറഞ്ഞയക്കില്ലല്ലോ, എന്നെ കൊണ്ട് ഇനി യുദ്ധം ചെയ്യിപ്പിക്കില്ലല്ലോ. ഹമാസിനോട് പോരാടി ജയിക്കാൻ നോക്കണ്ട. അവർ നമ്മളെപ്പോലെയല്ല. അവർ അവരുടെ നാടിനു വേണ്ടി അത്ര കണ്ട് ധീരമായ പോരാട്ടമാണ് നടത്തുന്നത്. അശേഷം
മരണത്തിൽ പേടിയില്ലാത്ത ഒരു ജനതയെയും ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. അതുണ്ടെങ്കിൽ ആദ്യമായി കാണുന്നത് ഹമാസിനെയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഇപ്പോൾ ശമ്പളം കിട്ടും, റിട്ടയർമെന്റ് പ്രായമായാൽ പെൻഷനും കിട്ടും, പരിക്ക് പറ്റിയതിൻ്റെ പേരിൽ അധിക അലവൻസ് വേറെയുമുണ്ട്. ഇതെല്ലാം എനിക്ക് കിട്ടും. പക്ഷേ ഗസയിലേക്ക് പോകണ്ടല്ലോ, ഹമാസിനോട് പോരാടണ്ടല്ലോ, ഐ ആം വെരി വെരി ഹാപ്പി എന്നാണ് ആ സൈനികൻ പറഞ്ഞ മറുപടി കേട്ട് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ ഞെട്ടിപ്പോയി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പിശകുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ ഒരു വാക്കുകൂടി ചേർക്കുകയാണ്. ഇതെല്ലാം പുസ്തകം നോക്കി വായിച്ച് പറയുന്നതല്ല, എല്ലാം ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. പണ്ട് വായിച്ച പുസ്തകങ്ങളിലെ വരികളുമൊക്കെ ഓർത്തെടുത്തുകൊണ്ട് പറയുന്നതാണ്. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ള ഒരു ക്ഷമാപണത്തോടു കൂടി ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച, എന്നെ കേട്ട എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വലിയൊരു സലാം.